പ്രിയപ്പെട്ട കൂട്ടുകാരെ, ക്വിസ് സ്റ്റേഷനിലേക്ക് സ്വാഗതം. 2026 വർഷത്തെ ശാസ്ത്രമേളയോടനുബന്ധിച്ചും മറ്റും നടത്തുന്ന സയൻസ് ക്വിസിലേക്ക് ആവശ്യമായ ഏറ്റവും പുതിയ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇടുക്കിയിലെ മറയൂർ ചന്ദനക്കാടുകളിൽ കണ്ടെത്തിയ പുതിയ നിശാശലഭ വർഗമേത്? ചന്ദനത്തോഴി. ഭൂമിയിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്ന ഏത് ബഹിരാകാശ ടെലസ്കോപ്പിന്റെ ഭ്രമണപഥം ഉയർത്താനാണ് നാസ ശ്രമിക്കുന്നത്? നീൽ ഗഹ്റൽ സ്വിഫ്റ്റ് ഒബ്സർവേറ്ററി. പരീക്ഷണശാലയിൽ രാസഘടകങ്ങളിൽ നിന്നും നിർമ്മിച്ച ആദ്യത്തെ കൃത്രിമ കോശം ഏത്? സ്പഡ് സെൽ. ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ? പാലോട്, തിരുവനന്തപുരം. ഓക്സിജനെ ഊർജമാക്കുന്ന അറ്റോമിക് രഹസ്യം കണ്ടെത്തിയ മലയാളി ആരാണ്? ഡോക്ടർ അനക്സ് ജോസ്. സൗരക്കൊടുങ്കാറ്റിൽ തകരാറിലായി ബഹിരാകാശത്ത് ബന്ധം നഷ്ടമായ ഇന്ത്യൻ സ്വകാര്യ മേഖലയിലെ ഉപഗ്രഹം ഏത്? ദൃഷ്ടി. ചരിത്രത്തിൽ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും വലിയ ടീറെക്സ് ദിനോസറിന്റെ ഫോസിലിന്റെ പേരെന്ത്? ഗസ്. ബഹിരാകാശ യാത്ര നടത്തുന്ന ആദ്യ മലയാളി ആരാണ്? ഡോക്ടർ അനിൽ മേനോൻ. 2026 ജൂലൈയിൽ ജൈവ വൈവിധ്യ പൈതൃകമായി പ്രഖ്യാപിച്ച സ്ഥലം ഏത്? ബോർജുലി തണ്ണീർത്തടം, ആസാം. പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയാണ് തിരുവനന്തപുരം മൃഗശാലയിൽ ഒരു വ്യാഴവട്ടത്തിനു ശേഷം ജനിച്ചത്? ലങ്കൂർ കരിങ്കുരങ്ങ്. ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ രാജ്യത്ത് അനുമതി നൽകിയ ആദ്യ ഡെങ്കിപ്പനി വാക്സിൻ ഏത്? ക്യൂഡെങ്ക. മനുഷ്യന്റെ വായിൽ നിന്നും കണ്ടെത്തിയ പുതിയ ബാക്ടീരിയ ഏത്? സാക്കറിമോണാസ് അമൃതെൻസിസ്. ബാസിലറി ഡിസെൻട്രി എന്നറിയപ്പെടുന്നതും അടുത്തിടെ കോഴിക്കോട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തതുമായ ബാക്ടീരിയൽ രോഗം ഏതാണ്? ഷിഗല്ലോസിസ്. ഒഡീഷ തീരത്തുനിന്ന് കണ്ടെത്തിയ പ്രതിരോധശേഷിക്ക് പേരുകേട്ട വാട്ടർ ബിയർ കുടുംബത്തിൽപ്പെട്ട പുതിയ സൂക്ഷ്മജീവി ഏതാണ്? ആക്ടിനാർക്കസ് ഒഡീസി. ഇന്ത്യയിലെ ശാസ്ത്രജ്ഞർ അടുത്തിടെ കണ്ടെത്തിയ കടന്നലിന്റെ പുതിയ ഇനം ഏതാണ്? സ്പൈലോമെന മലബാറിക്ക. കൃഷി, പോഷകാഹാരം, പൊതുജനാരോഗ്യം എന്നിവ ശാസ്ത്രീയമായി സംയോജിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? സേഹത് മിഷൻ. ടീ ബാഗുകളിൽ ആരോഗ്യത്തിന് ഹാനികരമായതിനെ തുടർന്ന് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് വിലക്കേർപ്പെടുത്തിയ രാസവസ്തു ഏതാണ്? എപ്പിക്ലോറോഹൈഡ്രിൻ. ഇന്ധന ഉപയോഗം കുറയ്ക്കുന്നതിനായി ഡൽഹിയിൽ പുറത്തിറക്കിയ E85 ഇന്ധനത്തിൽ എത്ര ശതമാനം എഥനോൾ ആണ് അടങ്ങിയിരിക്കുന്നത്? 85% എഥനോളും 15% പെട്രോളും. വാളൻപുളിയുടെ കുരു ഉപയോഗിച്ച് ജലം ശുദ്ധീകരിക്കുന്ന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചതിന് ദി എർത്ത് പ്രൈസ് 2026 നേടിയ ഇന്ത്യൻ സംഘത്തിലെ അംഗങ്ങൾ ആരെല്ലാമാണ്? അരിയാന അഗർവാൾ, അവ്യാന മേത്ത, വിവാൻ ചൗച്ച്ലാരിയ. വനമേഖലയോട് ചേർന്ന സ്ഥലങ്ങളിലെ ശുദ്ധവായു സൂചികയിൽ ഒന്നാമതെത്തിയ എറണാകുളം ജില്ലയിലെ പക്ഷി സങ്കേതം ഏതാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതം. ജെയിംസ് വെബ് ടെലസ്കോപ്പ് ഉപയോഗിച്ച് 31 ബാർ അറ്റ്ലസ് എന്ന ഇന്റർസ്റ്റെല്ലാർ ധൂമകേതുവിൽ നിന്ന് കണ്ടെത്തിയ വാതകം ഏതാണ്? മീഥെയ്ൻ. നാസയുടെ 6 മാസമായി ആശയവിനിമയം നഷ്ടമായ ചൊവ്വ പര്യവേഷണ പേടകം ഏതാണ്? മാവേൻ. ICU രോഗികൾക്കായി ഇന്ത്യയിലെ ആദ്യത്തെ പോർട്ടബിൾ MRI സിസ്റ്റം അവതരിപ്പിച്ച സ്ഥാപനം ഏത്? ഡൽഹി എയിംസ്.
അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പര്യവേക്ഷണ കപ്പലിലെ യാത്രക്കാർക്കിടയിൽ രോഗബാധയുണ്ടാക്കിയ വൈറസ് ഏതാണ്? ഹാൻഡ വൈറസ്. ഓക്സ്ഫോർഡ് സർവകലാശാലയും സിറം ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്ന് ലൈസൻസ് ചെയ്ത അടുത്ത തലമുറ മലേറിയ വാക്സിൻ ഏതാണ്? R78C. മാലിന്യത്തിൽ നിന്ന് ബയോഗ്യാസ് ഉൽപാദനവും ഇന്ധന ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി ഏത്? ഗോബർധൻ. ഉത്തർപ്രദേശിൽ അടുത്തിടെ ഇക്കോ സെൻസിറ്റീവ് സോണായി പ്രഖ്യാപിച്ച വന്യജീവി സങ്കേതം ഏതാണ്? ബാരാസിംഘ വന്യജീവി സങ്കേതം. 2026 മാർച്ചിൽ ഭൗമാന്തരീക്ഷത്തിലേക്ക് തിരിച്ചിറങ്ങിയ നാസയുടെ പേടകം ഏതാണ്? വാൻ അലൻ പ്രോബ് A. വിക്രം സാരാഭായ് വിജ്ഞാൻ പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ സഞ്ചാരി ആര്? രാകേഷ് ശർമ്മ. 2026 ഇന്ത്യയിൽ മൺസൂൺ മഴ സാധാരണത്തേതിനേക്കാൾ കുറയാൻ കാരണമാകുന്ന കാലാവസ്ഥാ പ്രതിഭാസം ഏതാണ്? എൽ നിനോ പ്രതിഭാസം. ഉദങ്ങുടി സൂപ്പർ ക്രിട്ടിക്കൽ താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തമിഴ്നാട്. നഗരപ്രദേശങ്ങളിൽ വായുവിൻ്റെയും തടാകങ്ങളുടെയും ഗുണനിലവാരം നിരീക്ഷിക്കുന്നതിനായി ലേക്ക് ആൻഡ് എയർ വാച്ച് സംരംഭം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. അസമിൽ നിന്ന് ലണ്ടനിലേക്ക് കയറ്റുമതി ചെയ്ത ഭൗമസൂചിക പദവി ലഭിച്ച ഇഞ്ചി ഇനം ഏതാണ്? കർബി ആംഗ്ലോങ് ഇഞ്ചി. കിഫ്ബിയുടെ ധനസഹായത്തോടെ കേരള ജീനോം ഡാറ്റാ സെന്റർ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? തിരുവനന്തപുരം. കാൽസ്യം കുറവ് പരിഹരിക്കാനും ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കുന്ന പോഷക ഔഷധങ്ങൾ വികസിപ്പിച്ചെടുത്ത കേരളത്തിലെ ഗവേഷണ കേന്ദ്രം ഏതാണ്? സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ന്യൂട്രാസ്യൂട്ടിക്കൽസ്, തിരുവനന്തപുരം. കുട്ടികളിലെ കാഴ്ചക്കുറവ് പരിഹരിക്കാൻ കുറഞ്ഞ നിരക്കിൽ മികച്ച ചികിത്സ ലഭ്യമാക്കാൻ കൊല്ലം ജില്ലയിൽ ആരംഭിച്ച പദ്ധതി ഏതാണ്? ദൃഷ്ടി. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും പുതിയ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. താങ്ക്